എന്നെ സംബന്ധിച്ചത് വിഷയമല്ല, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ. ആദ്യം നിങ്ങൾ എന്താക്കി? എന്നെ വേറെയുടെ താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി, മലമാന്തുന്നവനാക്കി. മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല, അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്ക് താണിട്ടുള്ളത്. ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്, മനസ്സിലായോ? ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാണ് പോകുന്നത്. PV അൻവർ രാഷ്ട്രീയത്തിൽ പോരാളിയല്ല, കോമാളിയാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. മാധ്യമങ്ങൾക്ക് മുന്നിലാണ് EN മോഹൻദാസ് PV അൻവർ MLA-ക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത്. അതേസമയം രാഷ്ട്രീയ പോർക്കളത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പോർവിളി മുഴക്കി തുറന്ന പോരിനിറങ്ങിയിരിക്കുകയാണ് PV അൻവർ MLA. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും രൂക്ഷ വിമർശനമാണ് അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ. പോരാളിയല്ല, കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും. പക്ഷെ PV അൻവർ അവസാനത്തെ MLA ആവുക ചെയ്യാം. മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് 100 കൊല്ലം കുടിക്കും, 100 കൊല്ലം കഴിഞ്ഞാലും അധികാരത്തിൽ വരില്ല. അത് AK ആന്റണിക്ക് ശപഥം ചെയ്തതാണ്. എന്നിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ. 19-ലും 20-ലും ഒക്കെ എന്തായിരുന്നു പ്രചരണം? ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ? സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ അയാൾ പിന്തുടരുന്നു. അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും പാർട്ടിയിൽ നിന്നും ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അകറ്റാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. ഞാൻ ഇനിയും സംസാരിക്കും. ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എന്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ച പോരാ. എന്നെ ആക്കിയ ജനം, ഈ 3 അക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ്, സഖാക്കളാണ്. അവരുടെ പബ്ലിക് മീറ്റിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട്. ഈ ആരോപണത്തിന്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇനി കോടതി നടപടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ, അതിന്റെ വഴിക്കത് പോകട്ടെ. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ്. ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ്. ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ, ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് ഇവിടെ എത്താത്തത്? എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ലീഗും BJPയെ കുറിച്ച് എനിക്കത് അറിയില്ല. കാരണം അവരുമായിട്ട് എനിക്കൊരു ഇന്ററാക്ഷനും ഇല്ല. പക്ഷെ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ട്. സാധാ പ്രവർത്തകരുമായിട്ടും അതിന്റെ മിഡിൽ ക്ലാസ്സിലും അതിന്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ആ നെക്സസ് ആണ് ഇനി കേരളത്തിലെ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കള്. ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. ഞാൻ ഈ സർക്കാരിൽ നിന്നൊരു മുട്ടുസൂചിന്റെ ഒരു കാലി ചായ ഞാൻ കുടിച്ചിട്ടില്ല. 1 രൂപ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് ഞാൻ എടുക്കുന്നില്ല. MLA ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം. ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത് നോക്കണം. നിങ്ങൾ പരിശോധിക്ക്. എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. അനവധി ചികിത്സക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. ഒരു പാരാസെറ്റമോൾ ഈ 8 കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോൾ PV അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാനക്കോടി റുപ്യയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്, മനസ്സിലായോ? ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാണ് പോകുന്നത്. ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പണ്. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അൻവർ വന്നിട്ടില്ല, ഒരു പാരാസെറ്റമോൾ അൻവർ വാങ്ങിയിട്ടില്ല.
അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂലേ? നിങ്ങൾക്ക് എന്താ മാന്തുണോൻ എവിടെ മല? എവിടെ മല? ഇപ്പൊ ഒന്ന് പോ നിങ്ങൾ കടമ്പോയിൽ. ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക് നിങ്ങൾ കൊടി വെള്ളം പൊട്ടിച്ചു. ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. ഒന്ന് പോയി ചോദിക്കും നിങ്ങൾ, അവരെ വെള്ളം കൂടി മുട്ടിച്ചേക്കാണോ, അവർക്ക് വെള്ളം കൊടുത്താണോന്ന്? ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ, എല്ലാം ഇവിടെ നിൽക്കുക. ആദ്യം നിങ്ങൾ എന്താക്കി? എന്നെ വേറെയുടെ താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി, മലമാന്തുന്നവനാക്കി, പലരിൽ നിന്നും പണം വാങ്ങി, എൻ്റെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങി, പത്രമാധ്യമ പ്രവർത്തനം നടത്തി സ്വന്തമായി കാറ് വാങ്ങിയ 3-4 ആളുകളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കറിയോ? സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.